കടനാടിന്റെ ജലോത്സവത്തിന് തിരക്കേറുന്നു. വിനോദസഞ്ചാരത്തിന്റെ പുതുസാധ്യതകൾ തേടിയാണ് കടനാട്ടിൽ കുട്ടവഞ്ചി ജലോത്സവം കടനാട് ചെക്ക് ഡാമിൽ നടക്കുന്നത്. വേഗതയുടെ കുതിപ്പുമായി കയാക്കിംഗ്, പഴമയുടെ ഓർമ്മപ്പെടുത്തലുമായി കുട്ടവഞ്ചി സവാരി, ചവിട്ടി മുന്നേറാൻ പെഡൽ ബോട്ടിംഗ്, ആഘോഷത്തിന്റെ അരങ്ങുണർത്തി വള്ളം സവാരി എന്നിവയാണ് ജലോത്സവത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കുട്ടികളും മുതിർന്നവരുമടക്കം നിരവധി ആളുകൾ സവാരിക്കായി എത്തുന്നുണ്ട്. ചരിത്രം ഉറങ്ങുന്ന കടനാടിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ജലോത്സവം സംഘടിപ്പിക്കുന്നത്. ഇവിടെ ഒത്തിരി സൗന്ദര്യം ഉറങ്ങിക്കിടക്കുന്ന ഒരു പ്രദേശമാണ് കടനാടെന്ന് പറയുന്ന കൊച്ചു ഗ്രാമം. പക്ഷേ ഇവിടുത്തെ ഈ സൗന്ദര്യം ആസ്വദിക്കാതെ എല്ലാവരും കുമരകം, കുട്ടനാട് ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ പോയി 200 രൂപ 250 രൂപയൊക്കെ എടുത്ത് ഇതുപോലെയുള്ള കൊട്ടവഞ്ചി ഇങ്ങനെയുള്ള അതൊക്കെ ശരിക്കും യാത്ര ചെയ്ത് ആസ്വദിച്ച് വന്നുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. പക്ഷെ ഇതെടുത്ത് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ കടനാട്ടിലെ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പൂതക്കുഴി കുടിവെള്ള പദ്ധതി, അതുപോലെ തന്നെ വ്യാപാര വ്യവസായി ഏകോപന സമിതി എന്ന് പറയുന്ന ഇവരെല്ലാവരും കൂടി ഏകദേശത്തെ ഒരു വർഷത്തെ പരിശ്രമം കൊണ്ടാണ് ഇതിങ്ങനെ ഈ രീതിയിൽ സംഘടിപ്പിക്കാനായിട്ട് സാധിച്ചത്. ഏകദേശം 3000-ഓളം ആൾക്കാർ ഈ 15-ാം തീയതി തൊട്ട് നമ്മുടെ കടനാട് വിശുദ്ധന്റെ തിരുനാളിനോടനുബന്ധിച്ച് ഒത്തിരി പേര് ഇതിൽ വന്ന് യാത്ര ചെയ്യുകയും അതുപോലെ തന്നെ നാടിന്റെ സൗന്ദര്യം ആസ്വദിച്ച് പോകാനായിട്ട് സാധിച്ചു. വള്ളത്തിൽ യാത്ര പലർക്കും ആദ്യ അനുഭവമായിരുന്നു. ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം സംഘാടകർ ഏർപ്പെടുത്തിയിരുന്നു. കടനാട് സെന്റ് അഗസ്റ്റീൻസ് പള്ളിയിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളിനോടനുബന്ധിച്ചാണ് ജലോത്സവം നടത്തിയത്. കടനാട് പഞ്ചായത്ത്, കടനാട് പൂതക്കുഴി കുടിവെള്ള പദ്ധതി, വ്യാപാരി വ്യവസായ ഏകോപന സമിതി എന്നിവയുടെ നേതൃത്വത്തിലാണ് ജലോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. 50 രൂപയാണ് പ്രവേശന ഫീസ്. വരും വർഷങ്ങളിലും ഉത്സവകാലങ്ങളിൽ വീണ്ടും ഈ ചെക്ക് ഡാമിൽ മഹോത്സവം സംഘടിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സംഘാടകർ.